രാത്രിയുടെ മറവിൽ കുറ്റവാളിയായി മുദ്രകുത്തി ഈശോയെ പിടിച്ചുകൊണ്ടുവന്നതിന് ശേഷമാണ് അവൻ്റെ മേലുള്ള തെറ്റ് കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നത്. അവനെതിരെ ഉയർത്തുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. എന്നിട്ടും അവർ ഈശോയെ ശത്രുവായി കണക്കാക്കി കൊല്ലാൻ മനസ്സിലുറപ്പിച്ചു. ഈശോയെ മിശിഹായായി അംഗീകരിക്കാൻ അവർക്കാകുമായിരുന്നില്ല. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തവരെ ഇല്ലാതാക്കാനും അവർക്കെതിരെ പറയാനും എളുപ്പമാണ്. എന്നാൽ കേൾക്കുന്നതിൽ സത്യമുണ്ടോ എന്നാലോചിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കാകണം. അകാരണമായി ഒരിക്കലും മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തരുത്. യഹൂദന്മാർ ഈശോക്കിട്ട വിലയായിരുന്നു 30 വെള്ളിക്കാശ്. വിലപേശലില്ലാതെ 30 വെള്ളിക്കാശിന് ഈശോയെ ഒറ്റിക്കൊടുക്കാമെന്ന് യൂദാസ് സമ്മതിച്ചു. പക്ഷെ അവൻ അറിഞ്ഞില്ല അവനവൻ്റെ ആത്മാവിനെ 30 വെള്ളിക്കാശിന് പിശാചിന് വിൽക്കുകയാണെന്ന്. അവനെ തന്നെ നഷ്ടപ്പെട്ടു. തിരിച്ചു വരാനാവാത്ത വിധം അവൻ അന്ധകാരത്തിന് അടിമയായി. ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നമ്മെ അന്ധകാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടാകും. എന്തു വന്നാലും സ്വന്തം ആത്മാവിനെ വിൽക്കരുത് എന്ന് പറഞ്ഞാൽ ഈശോയെ ഒരിക്കലും വിട്ടുപോകരുത്.